അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അമ്മാവനെ പണക്കാനും പറ്റൂല, എനിക്കാണെങ്കിൽ ഈ കൗണ്ടർ ഇടും വേണം. ലാസ്റ്റ് അവസാനം എന്ത് ചെയ്യുന്നുള്ള ചെക്കന്മാരെ കൊണ്ടാണെങ്കിൽ സർവീസ് ബോയ്സ് ആണെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കും ദേഷ്യം വരും. രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെഡ്ഡിങ്ങിന് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ റയറായിട്ടുള്ളതാണ്. ഒരു ഹിന്ദു വെഡ്ഡിങ്സിലായിരുന്നു. വളരെ റയറായിട്ടാണ് വീടുകളിൽ വിവാഹം വരുന്നത്. അവർക്ക് ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. അപ്പം കുടുംബാംഗങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾ പ്രീമിയം കൗണ്ടർ അവരുടെ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഫുഡിൻ്റെ കൗണ്ടറിലേക്ക് എത്തിക്കാനുള്ള സർവീസ് ഉൾപ്പെടെ മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത്, സർവീസ് ബോയ്സിനെ പ്ലാൻ ചെയ്ത്, ഇത്ര കൗണ്ടറിലേക്ക് എത്ര സർവീസ് ബോയ്സ്, വെൽക്കം ചെയ്യാൻ ഹോസ്റ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാം ഏറ്റവും സെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഫുഡിൻ്റെ മേഖലയിലും ഡെക്കറിൻ്റെ മേഖലയിലും അതേപോലെ ഗ്രൂം, ബ്രൈഡലിൻ്റെ എൻട്രൻസ്, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഫുഡിൻ്റെ എത്ര തരം ഫുഡ് ഐറ്റംസുകളാണുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ എല്ലാ സാധനവും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിന് അമ്മാവ് വന്നിട്ട് പറയാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവിടെ കൗണ്ടർ വെക്കാൻ? ഇവിടെ കൗണ്ടർ വെക്കാൻ പറ്റൂല, നിങ്ങൾ ഈ കൗണ്ടർ നേരെ കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് വെച്ചേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അമ്മാവനെ പണക്കാനും പറ്റൂല, എനിക്കാണെങ്കിൽ ഈ കൗണ്ടർ ഇടും വേണം. ലാസ്റ്റ് അവസാനം എന്ത് ചെയ്യുന്നുള്ള ചെക്കന്മാരെ കൊണ്ടാണെങ്കിൽ സർവീസ് ബോയ്സ് ആണെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കും ദേഷ്യം വരും. അങ്ങനെ ഇവരാരും ദേഷ്യപ്പെടുത്താതെ നിർത്തേണ്ട ഉത്തരവാദിത്തമാണ് ഒരു ഈവൻ പ്ലാനറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ ഞാൻ സർവീസ് ബോയ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിട്ട് കൊടുത്താൾ നമുക്ക്, എന്നിട്ട് ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു ആള് ക്രൗഡിനെ നിയന്ത്രിക്കുന്ന തരത്തിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ അമ്മാവൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ സാധനം മാറി. അത് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ വല്യച്ഛനാണെന്നറിയില്ല, ഒരു അമ്മനോ വേറെ ആരോ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ കൗണ്ടർ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ? നിങ്ങൾക്ക് കാണിച്ചെന്ന സ്പോട്ട് അതല്ലേ, നിങ്ങളത് വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഷൗട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഷൗട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് പ്ലാനർ ഷൗട്ട് ചെയ്ത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്ലയൻറ്റിനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ച്. അപ്പോൾ പറഞ്ഞ് നിങ്ങളെ തീരുമാനം എടുത്തോളി, നിങ്ങൾ ആരെ വർത്താനവും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ചെറുക്കൻ്റെ ഒരു ഉറപ്പും കൂടി കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം യഥാ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് പ്രോഗ്രാം നടത്തി വിജയിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അമ്മ വന്നിട്ട് വീണ്ടും ദേഷ്യപ്പെടുക ഉണ്ടായി. നമ്മളവിടെ പറയുന്നില്ല.